അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നീയും അർച്ചനയും തമ്മിൽ എന്താ പ്രശ്നം എന്ന് JKയുടെ അമ്മ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം JK പറയുന്നുണ്ട്, അതെ അമ്മയുടെ മരുമോളിനോട് പോയി ചോദിക്കണം, അവൾ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയില്ല, അയ്യോ ഭയങ്കര കഷ്ടമായല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് ആദ്യം ഞാൻ വീട് ഒഴിയണ്ട എന്ന് വിചാരിച്ചു. പിന്നീട് ഞാൻ വിചാരിച്ചു അത് ശരിയല്ല, നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ വീട് ഒഴിയുക എന്ന് തീരുമാനിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മനസ്സ് ആരും കാണുന്നില്ലല്ലോ, എല്ലാവരും വിഷമിക്കരുത് എന്ന് നീ കരുതും, പക്ഷേ നിന്നെ മനസ്സിലാക്കാൻ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ JK പറയും, ആരും അറിഞ്ഞു, ആരും ഇല്ലയെന്ന്, എൻ്റെ അമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം അമ്മയുടെ മടിയിൽ അങ്ങനെ തലവെച്ച് കിടക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ജു വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം രുക്കു അങ്ങോട്ടേക്ക് വരിക. രുക്കു മഞ്ജുവിൻ്റെ അടുത്ത് വന്നത് മഞ്ജു ചോദിക്കും, എന്താ രുക്കു അച്ചു ഇപ്പോൾ ഇങ്ങനെ ആയത്, ഞാൻ അവനോട് ഒന്നും ചെയ്തില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല, അച്ചുവിൻ്റെ സ്വഭാവം ഇപ്പോൾ ഇങ്ങനെയാണ്, അവനാകെ മൊത്തം മാറി, എന്താ പ്രശ്നം എന്നൊന്നും അറിയില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇനി ചേച്ചിയുടെ പ്രശ്നം മറ്റേ ആണോ, അതാണോ ഇതിന് മാറ്റം എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇനി ആകെ മൊത്തം എനിക്കൊരു പേടിയാണ്, ഞാൻ നിങ്ങൾ രണ്ടുപേരും അവിടെ അന്ന് യാത്ര പറയാൻ വന്നപ്പോൾ ഇവിടെ പറഞ്ഞില്ലല്ലോ, അത് മറ്റേ അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കും. അതൊന്നും ആയിരിക്കില്ല ചേച്ചി, ചേച്ചിയുടെ പ്രശ്നമാണ് ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊന്നൊരു കാര്യം പറഞ്ഞു കണ്ടിരുന്നു രുക്കു, അത് സത്യം തന്നെയാണ് കേട്ടോ, ചേച്ചി വീട് ഒഴിപ്പിക്കാതിരിക്കാൻ ഓരോ കാരണങ്ങൾ പറയാണ് കേട്ടോ, അത് ഇപ്പോൾ ടീച്ചറാണ്, അങ്ങനെ എല്ലാ കാരണങ്ങളും പറയണേ, എന്താണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ രുക്കു. ചേച്ചി പറയുമെന്ന് ആരോട് പറയണ്ട, ഇനി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമാവും എന്ന് മഞ്ജു പറയും. ഇല്ല ചേച്ചി എന്നോട് എന്ന് പറയുമ്പോൾ അന്ന് അവിടെ നിന്ന് പോയി കണ്ട കാര്യങ്ങളെല്ലാം മഞ്ജു പൊടുപ്പും തൊങ്ങലും വെച്ച് രുക്കുവിനോട് പറയണം കേട്ടോ. എന്തായാലും ശരി, എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ രുക്കു പറയണം, നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കണം ചേച്ചി, നേരിട്ട് തന്നെ കണ്ടുപിടിക്കണം, ഞാനിവിടെ വന്നിരിക്കുന്നത് പല കാര്യങ്ങളും പദ്ധതികളുമായിട്ടാണ്, ചേച്ചി എൻ്റെ കൂടെ നിൽക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും രുക്കു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയണം, എന്തായാലും ശരി, അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പിന്നീട് JK ഇങ്ങനെ JKയുടെ അടുത്ത് അമ്മ ചോദിക്കുകയാണ്, മോനെ ഞാൻ അമ്പാട്ടുകാരുടെ അടുത്തൊക്കെ പോയിട്ടൊന്ന് പരിചയപ്പെടട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിന് JK മറുപടി ഒന്നും പറയില്ല കേട്ടോ. അർച്ചനയെക്കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിയത്, പാവം കുട്ടി തന്നെ, അവൾക്കൊരു ജീവിതം ഇങ്ങനെ ഇല്ലാതായല്ലോ, അവൾ ഒരു പേരുദോഷവും കേൾപ്പിക്കാതെയായിരുന്നു പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, അവളെ എങ്ങനെ ആക്കിയത് ആ വിജയ് ശങ്കറാണ് അമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് അർച്ചനയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, ചിന്നുവിൻ്റെ അമ്മ എന്നുള്ള ആ ലേബലിൽ മാത്രമേ എനിക്കറിയുള്ളൂ, അതിൽ കൂടുതലൊന്നും അറിയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് JKയും അമ്മയും കൂടി വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അർച്ചന ഓഫീസിൽ പോകുമ്പോൾ ദീപ്തി ആകെ ഭയങ്കര വിഷമമായിട്ടുള്ളത് വരികയാണ് കേട്ടോ. അതേസമയം അർച്ചന ചോദിക്കുന്നുണ്ട്, എന്താ ദീപ്തി, മുകുന്ദൻ്റെ ജാമ്യാപേക്ഷ നീ കോടതിയിൽ കൊടുത്തില്ലേ, എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ദീപ്തി ആകെ നിരാശയിൽ വരിക, എന്താ ദീപ്തി, മുകുന്ദൻ്റെ ജാമ്യം എന്തായി, റിന്യൂ ചെയ്യാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വിജയ് ശങ്കർ എന്തോ ഒരു കളി കളിച്ചിട്ടുണ്ട്, എന്തോ ഒരു ഡോക്യുമെൻ്റ് കൊടുത്തിട്ട് മുകുന്ദൻ്റെ ജാമ്യാപേക്ഷ തള്ളി എന്ന് പറയണം. ഇനി ഏതായാലും കോടതി 4 ദിവസം ലീവാണല്ലോ, അത് കണക്കാക്കിയിട്ടാണ് എങ്ങനെയെങ്കിലും 4 ദിവസം തന്നെ അവനെ മുകുന്ദനെ ജയിലിൽ അടയ്ക്കണം, അതാണ് വിജയ് ശങ്കറിൻ്റെ ഉദ്ദേശം, അതിന് വേണ്ടിയിട്ടാണ് ഈ കള്ളക്കളികളെല്ലാം നടത്തിയിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന പറയണം, അയ്യോ ഇനി എന്ത് ചെയ്യും, ഇവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ അച്ചുവായിരിക്കുമോ മുകുന്ദനെ അറസ്റ്റ് ചെയ്യാൻ പോവുക, ഒരിക്കലും ഇല്ല, അവനൊരിക്കലും അവൻ്റെ സഹോദരത്തിനെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പോകാനുള്ള മനസ്സ് അവനുണ്ടാവില്ല എന്നിങ്ങനെ പറയണം. ദീപ്തി പറയണം, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നമുക്ക് ഇനി 4 ദിവസം കോടതി ലീവാണ്, മേൽക്കോടതിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ, അതുകൊണ്ട് മുകുന്ദനോട് മാറി താമസിക്കാൻ പറയണം എന്നിങ്ങനെ പറയണം കേട്ടോ. അർച്ചനയ്ക്ക് ആകെ മൊത്തം എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാതെ അർച്ചന ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം വിജയ് ശങ്കർ ആണെങ്കിൽ SP ഫോൺ ചെയ്യണം കേട്ടോ. ആ മേഡത്തിനോട് വിളിച്ചിട്ട് ഇങ്ങനെ പറയണം, ഒരു കക്ഷിയുടെ ഇങ്ങനെ ജാമ്യാപേക്ഷ കഴിഞ്ഞു, ഞാനാണ് അതിനെല്ലാം ചെയ്തിരിക്കുന്നത്, അതിന് ഉടനെ അറസ്റ്റ് ചെയ്യണമല്ലോ എന്ന് ചോദിക്കുകയാണ്. അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ മുകുന്ദനാണ്, മുക്കുകൊണ്ട കേസിലാണ് അറസ്റ്റ് ചെയ്തതാണ്, അടിപിടി കേസൊക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്തതാണല്ലോ. അയ്യോ ആ മുകുന്ദൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര മോശമല്ലല്ലോ, പിന്നെ എന്തിനാണ് അത് അറസ്റ്റ് ചെയ്യണം, 4 ദിവസം കഴിഞ്ഞ് അവർ മേൽക്കോടതിയിലേക്ക് പോകുമല്ലോ എന്ന് ആ SP മേഡം പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയശങ്കറിനാകെ ദേഷ്യം വരികയാണ് കേട്ടോ. എന്താ ഇപ്പോഴത്തെ സ്ഥലം SIയുടെ ഏട്ടനായ കാരണമാണോ മേഡത്തിനൊരിത്, അങ്ങനെയില്ല, കോടതിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്, അതുകൊണ്ട് അത് ഉടനെ ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ SP മേഡത്തിൻ്റെ അടുത്ത് വിജയ് ശങ്കർ ആകെ മൊത്തം കലിപ്പ് കയറിയിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. എങ്ങനെയും മുകുന്ദനെ അറസ്റ്റ് ചെയ്യണം അച്ചു, അതാണ്. അതേസമയം ആകെ മൊത്തം രമ്യ കേസൊക്കെ അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ജാമ്യാപേക്ഷ കഴിഞ്ഞു എന്നുള്ളതെല്ലാം
അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. രമ്യ ആകെ വിഷമിച്ചിരിക്കണം. അവിടേക്ക് മഞ്ജു രുക്കും കൂടി വരികയാണ് കേട്ടോ. അയ്യോ ഇനി എന്ത് ചെയ്യും, അച്ചുവിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് അന്ന് ഇങ്ങനെ തോന്നിയിരുന്നു അറസ്റ്റ് ചെയ്യും എന്നുള്ളത് എന്നിങ്ങനെ മഞ്ജു പറയുകയാണ് കേട്ടോ. മഞ്ജു രുക്കു ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞോ അവൻ എന്ന് ചോദിക്കും. ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ചിന്നു വന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. രമ്യ ആൻറ്റി വിഷമിക്കേണ്ട, അതിനൊരു കുഴപ്പമില്ല, അമ്മയൊക്കെ ഉണ്ടല്ലോ, അമ്മയുടെ കുഞ്ഞമ്മാവൻ വന്നിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്യില്ല എന്നെല്ലാം പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ശരിക്കും വന്ന് അവർ അറസ്റ്റ് ചെയ്യും, എന്തായാലും പുറത്ത് പോയിരിക്കല്ലേ മൂന്തനെ അങ്ങനെ വിളിക്കുക എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അല്ല പറഞ്ഞാൽ നിൻ്റെ വീട്ടിൽ പോയിട്ട് ഇരിക്കാൻ പറയും മൂന്തനോട് എന്നിങ്ങനെ പറയുമ്പോൾ ആകെ മൊത്തം രമ്യ അങ്ങനെ കരയാണ് കേട്ടോ. അത് കാണുമ്പോൾ ചിന്നു ഇങ്ങനെ പറയുന്നുണ്ട് മഞ്ജു ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കുമോ, പിന്നെ എന്തിനങ്ങനെയൊക്കെ പറയണത് എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞതാണോ കുറ്റം, എന്തായാലും ശരി അച്ചു വന്നിട്ട് മൂന്തനെ അറസ്റ്റ് ചെയ്യും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ മഞ്ജു ഇങ്ങനെ പറയണം കേട്ടോ. അവരാകെ മൊത്തം ഭയപ്പാടോടുകൂടി സംസാരിച്ചു കൊണ്ട്